ഹലോ, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ? ഇന്ന് അടിപൊളി ഒരു കൊഞ്ച് തീയലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി കുരുമുളക്. ഇത്രയും കൂടി നമുക്ക് ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് തേങ്ങ ഇതേപോലെ ബ്രൗൺ കളർ ആയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് ഉലുവ പൊടിച്ചതുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണ്ടേ. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കണേ. പൊടിയുടെയൊക്കെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഒരു കിഴങ്ങും, ഒരു തക്കാളി, 2 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയത് ആ സെയിം ചട്ടിയിൽ തന്നെ വെള്ളവും കൂടി ഒഴിച്ച് ഇത്തിരി കായവും കൂടി ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരച്ച മിക്സ് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ കൊഞ്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അതൊന്ന് കുറുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ തീയൽ അല്ല ഇഞ്ചിക്കറി അല്ല മീൻ മുളകിട്ടതൊക്കെ തയ്യാറാക്കുമ്പോൾ തലേന്ന് തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ചൂട് ചോറിൻ്റെ കൂടെ ഈ കൊഞ്ച് തീയലും പിന്നെ ഒരു മീൻ പൊരിച്ചതോ ഒരു മോരുകറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.